അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിപീസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡ് ന്യൂട്ടല്ലയാണ് കേട്ടോ. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ന്യൂട്ടല്ല തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഹേസൽനട്ട് വെച്ചിട്ടാണ് ന്യൂട്ടല്ല തയ്യാറാക്കാറ്. ഹേസൽനട്ടിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നട്ട്സ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ന്യൂട്ടല്ലയ്ക്ക് വേണ്ടി 3 നട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബദാം, പച്ച കപ്പലണ്ടി, അതുപോലെ പച്ച ക്യാഷു ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഒരു ബൗൾ നിറയെ ബദാമും അതേ ബൗളിൽ തന്നെ പച്ച കപ്പലണ്ടിയും അതുപോലെ അതിലും കുറവായിട്ട് ക്യാഷുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട്. റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് കടല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കപ്പലണ്ടി വെച്ചിട്ട് മാത്രം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ബദാമോ ക്യാഷോ വേണമെന്നൊന്നും ഒട്ടും നിർബന്ധമല്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂട്ടല്ലയ്ക്ക് ഹേസൽനട്ടിൻ്റെ ടേസ്റ്റാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ന്യൂട്ടല്ലയും ആ ന്യൂട്ടല്ലയും തമ്മിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. എങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കടല ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അതേ പാനിലേക്ക് തന്നെ നമുക്കിനി ബദാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ ബദാം ചേർത്ത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ക്യാഷും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ച മണമുണ്ടല്ലോ അതൊന്ന് നമുക്ക് മാറി കിട്ടിയാൽ മതി. നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ആ രീതിയിൽ കളറ് മാറി വരൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് നേരത്തെ തൊലി മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് തണുത്ത് വരുന്നവരെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റാണ്. അപ്പോൾ ഞാനിവിടെ മുക്കാൽ ബൗളാണ് കേട്ടോ, കപ്പല്ല. ഈ ഒരു ബൗളിന് 1/4 ബൗള് ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ അതേ അളവിൽ മിൽക്ക് കോമ്പൗണ്ടും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഈ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ ഒരു പാത്രം തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മെൽട്ടാവുന്നതിന് മുൻപ് തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓയിലുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇതിന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെടുത്ത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് നിർത്തിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഇതൊന്ന് അരയ്ക്കുമ്പം അതിനെ ഒരു മിക്സി കറങ്ങാത്ത രൂപത്തിലാവുമല്ലോ. ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ പഞ്ചസാരയും നട്ട്സും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇതുപോലെ കട്ടയായിട്ട് വരും ആദ്യം. എന്നിട്ടാണ് ഇതുപോലെ പിന്നീട് ലൂസായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊരു കട്ടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. പിന്നീട് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലാണെങ്കിൽ ഓയിൽ, നമുക്ക് ബട്ടർ ആണെങ്കിൽ ബട്ടർ, ഏതായാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇതേ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കുക. നമ്മൾ ആ പൊടിച്ച കടലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പഞ്ചസാരയും കടലയും ചോക്ലേറ്റും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഈ ചോക്ലേറ്റിന് പകരമായിട്ട് കൊക്കോ പൗഡർ വേണമെങ്കിൽ അതും ചേർക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവുമേ. ഞാനിവിടെ കൊക്കോ പൗഡറിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചോക്ലേറ്റ് ചേർക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ന്യൂട്ടല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ന്യൂട്ടല്ല ഉണ്ടല്ലോ അതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് കേട്ടോ. കാരണം അതിനൊരു വേറെ ടേസ്റ്റും ഇതിന് വേറെ ടേസ്റ്റുമാണ്. അത് നമ്മൾ ഹേസൽനട്ടൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണല്ലോ. ഇത് നമ്മൾ വീട്ടിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. എങ്കിലും നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഒന്നും ഇതിൽ കെമിക്കലായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാ നട്ട്സും പഞ്ചസാരയും അതുപോലെ ഓയിലും കൂടെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ കപ്പലണ്ടി മാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റിന് പകരമായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ചേർത്താൽ മതി. ഇതുപോലെ ന്യൂട്ടല്ലയുടെ ഒരു ബൗളിൽ തന്നെയാണ് ഞാനിത് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 1-2 ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മക്കൾ എടുത്ത് കഴിച്ചു കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. കാരണം ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. പിന്നെ പുറത്ത് വെക്കുന്ന സമയത്ത് അത് മെൽട്ടായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.